നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആകെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് KTU എക്സാമിനേഷൻ റിസൾട്ട്. KTU എക്സാമിനേഷൻ റിസൾട്ട് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള KTU അഫിലിയേറ്റഡ് കോളേജുകളുടെ റിസൾട്ടിൽ കുറച്ചധികം കോളേജുകൾ തുടർച്ചയായിട്ട് വിജയശതമാനം ഉയർത്തി തന്നെ നിർത്തിയിരിക്കുന്നു. ചില കോളേജുകൾ ഉയർന്ന വിജയശതമാനം ഉണ്ടായിരുന്ന കോളേജുകൾ പോലും താഴേക്ക് പോയിട്ടുണ്ട്. ചിലത് താഴ്ന്ന വിജയശതമാനത്തിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. റാങ്കിങ്ങിൽ പല പല ഘട്ടങ്ങളിലായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, കുറച്ചധികം കോളേജുകൾ എക്സാമിനേഷൻ എഴുതിച്ച കുട്ടികളിൽ 100% വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 100% പരാജയം സ്വീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ 10, 20, 25 കുട്ടികൾ എക്സാമിനേഷൻ എഴുതിയിട്ട് ഒരാൾ പോലും പാസ്സാവാത്ത സ്ഥിതി വരുന്നത്? ചുറ്റുപാടുമുള്ള പഠന നിലവാരവും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും അധ്യാപകരുടെ നിലവാരവും ഇതൊക്കെ അതിനോടൊപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും എത്തിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ യോഗ്യരായ വിദ്യാർത്ഥികൾ തന്നെയാണോ യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ അഡ്മിഷൻ നേടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് പരിശോധിക്കാൻ മറ്റൊരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റാങ്കിങ് സിസ്റ്റവും അതിനെ ബേസ് ചെയ്ത് തന്ന അഡ്മിഷൻ പ്രൊസീജിയറാണ്. ഇപ്പോൾ ഇത്തവണത്തെ എക്സാമിനേഷൻ തന്നെ പരിശോധിച്ചാൽ, ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഒരു പാരൻ്റ് വന്ന് ചോദിച്ചാണ്, എൻ്റെ കുട്ടിക്ക് ഏകദേശം 238 പോയിൻറ്റ് സംതിങ്ങാണ്, 238-അടുത്താണ് PCM സ്കോർ ഔട്ട് ഓഫ് 300. അതേപോലെ തന്നെ CBT എക്സാമിനേഷൻ എഴുതിയ സമയത്ത് കുട്ടിക്ക് 26 പോയിൻറ്റ് സംതിങ്ങാണ് പെർസെൻറ്റേജ് സ്കോറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗിൽ ഏത് കോളേജാണ് സെലക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യാൻ പറ്റുക? അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ പാരൻ്റ് ചോദിച്ചു, ശരിക്കും ഇങ്ങനെ ഒരു സ്കോർ വെച്ച് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുമോ, അവന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചോദ്യം ഒരു പാരൻ്റെ മുന്നിൽ നിന്ന് കിട്ടുമ്പോൾ എന്നെ സംബന്ധിച്ചത് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു കുട്ടി എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആപ്റ്റാണോ എന്ന് പാരൻ്റ് തന്നെ അല്ലെങ്കിൽ കുട്ടി തന്നെ പരിശോധിക്കാൻ തയ്യാറാവുന്ന സ്ഥലത്ത് ഈ വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് എനിക്ക് ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഒന്നും കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് ഈ ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിക്കാനായിട്ട് ഞാൻ അഡീഷണൽ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ അതുകൂടി ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഒരുപക്ഷെ പരാജയത്തിലേക്ക് മൂക്കുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ, അതും കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കോഴ്സുകൾ തനിക്ക് ആപ്റ്റാവും എന്ന് പരിശോധിക്കണം, ഒന്നാമത്തെ കാര്യം. ഇനി സ്കോറ് താരതമ്യേന കുറഞ്ഞ കുട്ടികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു 240 PCM സ്കോർ ഔട്ട് ഓഫ് 300, അതേപോലെ തന്നെ പെർസെൻറ്റേജ് സ്കോർ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 30% സ്കോറിന് താഴെയുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് എടുത്തേ മതിയാവൂ എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചേ മതിയാവൂ എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇതിൽ ഫിസിക്സും മാത്തമാറ്റിക്സും വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിലെ എന്തെങ്കിലും പോരായ്മ പഠന നിലവാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം എഞ്ചിനീയറിംഗ് പഠനം തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മിക്കവാറും ഇത്തരം കുട്ടികൾക്ക് ഫെയിലാവുന്ന ഒരു പേപ്പറാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളുണ്ട്, അത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ആ പേപ്പർ ഫെയിലാവാൻ സാധ്യത. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, എഞ്ചിനീയറിംഗിൽ പല പാരൻസും ഈ ഇപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് വിളിച്ച് ചോദിക്കുന്നതാണ്, എൻ്റെ കുട്ടിയുടെ സ്കോറ് ഏകദേശം ഇത്രയൊക്കെയാണ്, എത്ര റാങ്ക് ആയിരിക്കും ഏകദേശം കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ റാങ്ക് പ്രൊഡിക്ഷനുള്ള സംവിധാനം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വെച്ചിട്ട് ഏകദേശം നോക്കിയിട്ട് ഇന്ന റാങ്കിനും ഇന്ന റാങ്കിനും ഇടയിലായിരിക്കും ഏകദേശം കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ആ കുട്ടിക്ക് ഏത് കോളേജ്, ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക? അതായത് റാങ്കിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു കോളേജ് അല്ലെങ്കിൽ റാങ്കിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക എന്നുള്ള രീതിയിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി കോഴ്സുകളും കോളേജുകളും ഒക്കെ സെലക്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ സെലക്ട് ചെയ്യേണ്ടത്? ഒരു കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുള്ള, ആ കുട്ടിക്ക് കൂടുതൽ താല്പര്യമുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ മേഖലയിലെ ഒരു കോഴ്സ് ഒരു മികച്ച കോളേജിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു കോളേജിൽ ആ കോഴ്സ് കിട്ടാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ കോഴ്സ് തിരഞ്ഞെടുക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി അനുബന്ധമായി സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നും ഇത്തരത്തിലൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടേതായ കുറച്ച് ഫീഡ്ബാക്കുകൾ കിട്ടിയാൽ ആ വിഷയം കുറച്ചുകൂടെ ആധികാരികമായി സംസാരിക്കാൻ പറ്റുമായിരുന്നു.
അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ വാട്സാപ്പിലൂടെയൊക്കെ ഈ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അയക്കാം. ആ ഫീഡ്ബാക്കുകളോട് പരിശോധിച്ചുകൊണ്ട് ഏത് കോഴ്സ്, ഏത് കോളേജ്, ഏതൊക്കെ സ്കോറുള്ള കുട്ടികൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. മികച്ച റിസൾട്ടുള്ള, മികച്ച അക്കാഡമിക് കൾച്ചറുള്ള, മികച്ച അക്കാഡമിക് പെർഫോമൻസ് ഉള്ള, മികച്ച പ്ലേസ്മെൻ്റ് ഉള്ള, ഓവറോൾ ഒരു നല്ല പഠനാന്തരീക്ഷമുള്ള ധാരാളം കോളേജസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോളേജുകളെ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ കുട്ടിക്ക് കിട്ടിയ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഫോക്കസ്ഡ് ആയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സുകളിലെടുത്ത് പഠിക്കുന്നതും കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതും അതിന് വേണ്ടുന്ന മിനിമം സ്കോറും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക്